പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ പോകുന്നത് ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ്. അത് കണ്ണൂർ കായലോട്ടെ റസീന എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സദാചാര ഗുണ്ടായിസം തന്നെയാണ് ആത്മഹത്യക്ക് പിന്നിൽ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചു. ഇതിൽ സുഹൃത്തിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പരാമർശമുള്ള പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം. ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളിൽ ഒരാൾ ഇതിലെ സ്ത്രീയുടെ ബന്ധു കൂടിയാണ്. അവരും പിന്നീട് ബാക്കിയുള്ള അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലാത്തൊരു രീതിയിലേക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു സാഹചര്യമാണ് സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്, പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ കേസിൻ്റെ ഈ സംഭവത്തിന് ശേഷം റഹീസ് മിസ്സിംഗ് ആണ്, അയാൾ അബ്സ്കോണ്ടിങ് ആണ്. പക്ഷേ അയാൾ കേസിലേക്കുള്ള പ്രതിയല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സാഹചര്യങ്ങളും സംഭവങ്ങളും വരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് അയാൾ ഇവിടെ നിന്ന് വിട്ടുനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഏതെങ്കിലും ആരോപണങ്ങൾ കുടുംബത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളും കൂടെ പോലീസ് പരിശോധിക്കും. പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യമുള്ളതായിട്ട് പോലീസ് മനസ്സിലാക്കി. ഇതിൻ്റെ FIS മൊഴി നൽകിയിരിക്കുന്നത് ഈ കുട്ടിയുടെ ഫാദറാണ്. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ വസ്തുതകളൊക്കെയും പോലീസ് പരിശോധിക്കും. എന്നാൽ പിടിയിലായ SDPI പ്രവർത്തകരായ പ്രതികളെ അനുകൂലിച്ചും പോലീസിനെ തള്ളിയുമാണ് റസീനയുടെ ഉമ്മ രംഗത്ത് വന്നത്. പ്രതികൾ കുറ്റക്കാരല്ലെന്നും പോലീസ് വാദം തെറ്റാണെന്നും റസീനയുടെ ഉമ്മ പറയുന്നു. ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. ഇവർ കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ. അപ്പോൾ സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേടിൽ കാരണം ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു പിന്നെ നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് രണ്ടാളും പറഞ്ഞ്. മകൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്നായിരുന്നു റസീനയുടെ പിതാവിന്റെ പ്രതികരണം. പയ്യനെയും കാലോട് വെച്ച് പിടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അവളെന്താ അവളെ വീട്ടിലുണ്ടോ, ഞാൻ ഇവനാണോ അത്രയും സംസാരിച്ചു. ഞാൻ നേരെ വീട്ടിൽ പോയി. വീട്ടിലല്ല പോയത്, നേരെ ഇവിടെ വന്ന് എൻ്റെ വൈഫിനെയും കൂട്ടി അവിടത്തേക്ക് പോയി, അവളെ വീട്ടിലേക്ക് പോയി. കുറച്ച് വഴക്കൊക്കെ പറയുമല്ലോ, അത് സാധാരണയാണല്ലോ. വഴക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാണം കെടുത്തില്ല, ഞങ്ങളെ ഇത്തിരി ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇത്ര അവമാനിക്കുന്ന എന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കാര്യം നിങ്ങളിവിടെ താമസിക്കില്ല, വാ മക്കളെയും കൂട്ടിയിട്ട് പോരുന്നു. 3 മക്കളാണ്. മക്കളെയും കൂട്ടി അവളെയും കൂട്ടി ഇങ്ങ് പോന്നു ഇവിടെ. അതേസമയം കായലോട്ട് സദാചാര വിചാരണയ്ക്ക് പിന്നാലെ റസീന ആത്മഹത്യ ചെയ്തതിൽ SDPI ഓഫീസിലെ ദൃശ്യങ്ങളും പുറത്തു വന്നു. കാര്യങ്ങളാണ് സരീഷ് പേക്കുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമുക്കിപ്പം സരീഷ്, നടന്നത് മോറൽ പോലീസിംഗ് തന്നെ എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പിച്ചു പറയുകയാണ്. മർദ്ദനവും ഭീഷണിയും സ്ഥിരീകരിക്കുകയാണ്. രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുകയാണ്. പക്ഷേ കുടുംബം പ്രതികൾക്കൊപ്പം തിരിയാനുള്ള കാരണം എന്താണ് സരീഷ്? അടിമുടി ദുരൂഹത. അതിനുശേഷം ആദ്യം ആത്മഹത്യയാണെന്ന് പറയുന്നു, പിന്നീട് ഇതിൽ മോറൽ പോലീസിംഗ് നടന്നിട്ടുണ്ട് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നു. സംഭവം ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്, പക്ഷേ അല്ലെങ്കിൽ ആത്മഹത്യ ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മാതാവും SDPIയും ഒരു ഭാഗത്തും പിതാവും പോലീസും മറുഭാഗത്തും നിൽക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് വ്യക്തമാവുന്നത്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഈ പോസ്റ്റ്മോർട്ടത്തിനിടയിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ഞായറാഴ്ച തന്നെയും ആൺസുഹൃത്തിനെയും ചില SDPI നേതാക്കൾ തടഞ്ഞു നിർത്തി റോഡിൽ വെച്ച് അപമാനിച്ചു. ആൺസുഹൃത്തിനെ മർദ്ദിക്കുകയും പിന്നീട് SDPI ഓഫീസിലേക്ക് കൊണ്ടുപോയി മണിക്കൂറുകളോളം അവിടെ തടഞ്ഞു വെക്കുകയും ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. തൻ്റെ ജീവിതം നശിപ്പിക്കാനാണ് ഇവർ തയ്യാറെടുക്കുന്നത്. ആൺസുഹൃത്തിൻ്റെ ഫോണും ടാബ്ലറ്റും ഉൾപ്പെടെയുള്ളവ ഇവർ പിടിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സമാധാനമായി ജീവിക്കാൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ട് താൻ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന റസീനയുടെ
ആത്മഹത്യാക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു കേസായി വീണ്ടും മുന്നോട്ട് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. 3 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരുടെ കയ്യിൽ നിന്നും ഈ ആൺ സുഹൃത്തിൻ്റെ ഫോണും ടാബ്ലറ്റും ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പ്രതി ചേർക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ റസീനയുടെ ഉമ്മ രംഗത്ത് വരുന്നത്. ഈ 3 പേരും നിരപരാധികളാണ്, അവർ തങ്ങളുടെ ബന്ധുക്കളാണ്. ഒരു തരത്തിലും അവർ ഈ കേസിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എല്ലാത്തിനും കാരണക്കാരൻ ഈ റസീനയുടെ ആൺ സുഹൃത്താണ്. സ്വർണമായും പണമായും വലിയ തരത്തിലുള്ള തട്ടിപ്പ് അവർ നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു ഉമ്മയുടെ ആദ്യ പ്രതികരണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ പരാതി നൽകാൻ പോവുകയാണ്, തലശ്ശേരി ACPക്ക് പരാതി നൽകാൻ പോവുകയാണ് എന്നുകൂടി അമ്മ പറഞ്ഞു വയ്ക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും മറ്റൊരാളുടെ ഇടപെടൽ ഈ കേസിൽ ഉണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 3 പേരെ കണ്ടെത്തിയിരിക്കുന്നത്, അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഈ കേസിൽ കൃത്യമായ പങ്കുണ്ട് എന്ന തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യുവാവിനെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു, ഇത്രയും നടന്നു. ഇതിലിപ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണോ പോലീസ്? അങ്ങനെയാണെങ്കിൽ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതനുസരിച്ച് പ്രാഥമികമായി തെളിവുകൾ ലഭിച്ച 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 പേരിൽ ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അച്ഛൻ്റെ മൊഴിയാണ്, അതായത് പിതാവിൻ്റെ മൊഴിയാണ് എടുത്തത്. പിതാവ് പറയുന്നത് തനിക്കൊരു ഫോൺ വന്നപ്പോൾ താൻ ഈ സ്ഥലത്തേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. അവിടെ 20ഓളം പേരുണ്ടായിരുന്നു, സ്ഥലത്തെ ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തും ഉണ്ടായിരുന്നു എന്ന് പിതാവിൻ്റെ മൊഴിയിൽ, അതായത് പിതാവിൻ്റെ മൊഴിയാണ് ആദ്യം പോലീസ് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായും അപ്പോൾ 1 അല്ലെങ്കിൽ 3 കൂടുതൽ ആളുകൾ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ നിലവിലെ CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സാക്ഷികളുടെ മൊഴികൾ ഉൾപ്പെടെ രേഖപ്പെടുത്താനാണ് പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ACP ഇതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി ACP ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിവരികയാണ്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന 3 പേർ, അതായത് ഈ സംഭവ സ്ഥലത്ത് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന 3 പേർ കൂടി പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. ഇവർക്ക് ഏത് രീതിയിലാണ് ഈ റസീനയുമായി സംസാരിക്കുകയും ഈ ആൺ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുന്ന സമയത്ത് ഇവരുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഒരു തീർച്ച വരുത്തിയതിന് ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക. അതോടൊപ്പം തന്നെ നേരത്തെ പുറത്തു വന്ന ദൃശ്യങ്ങൾ, അത് SDPI ഓഫീസിൽ വെച്ച് ഈ ആൺ സുഹൃത്തും ആൺ സുഹൃത്തിൻ്റെ ബന്ധുക്കളും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ ഇരുന്നുള്ള ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടക്കുന്ന ഒരു സംവാദമാണ് നമ്മൾ കണ്ടത്. അതിൽ കൃത്യമായി ഈ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ നേരത്തെ ഉണ്ടായിരുന്നോ, പുറത്ത് ഒരു സ്ഥലത്ത് വെച്ചാണ്, ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ സമയത്തും ഇവരെല്ലാം തന്നെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആരൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം നടന്നു വരികയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ആൺ സുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ എന്താണ് കൃത്യമായി നടന്നത്, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര പേർ ചേർന്നാണ് ഈ മർദ്ദനം നടത്തിയത്, മർദ്ദനം നടന്നിട്ടുണ്ടോ, അതിനുശേഷം SDPI ഓഫീസിലേക്ക് എന്തിനാണ് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരും. പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം പിന്നീട് ഉത്തരം വേണ്ടിയിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ നിലവിലെ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കുടുംബത്തിനകത്ത് പോലും ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ ഈ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്നുണ്ട്, ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ പോലും ഇപ്പോഴും ഈ വികലമായ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഇപ്പോൾ ഒരു പുരുഷനെ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോവുക, അയാളെ മണിക്കൂറുകളോളം വിചാരണ ചെയ്യുക, ഫോണിൽ നിന്നും വിവരങ്ങളെടുത്ത് ആ സ്ത്രീയെ അവരുടെ കുടുംബത്തിന് മുന്നിൽ മാനസികമായ സംഘർഷത്തിലേക്കാക്കുക, ഇവർക്ക് ഇതിനൊക്കെ ആരാണ് അധികാരം നൽകിയിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്.